ഒരു ധൃതിയും കൂടാതെ സമചിത്തതയോടുകൂടി ഏകാഗ്രതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി SIT രൂപീകരിച്ച ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ആ SITയുടെ അന്വേഷണത്തിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് കിട്ടി. ആദ്യത്തെ റിപ്പോർട്ടിലെ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അവരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് രണ്ടാമത്തെ റിപ്പോർട്ട് കിട്ടി. ആ രണ്ടാമത്തെ റിപ്പോർട്ട് DGP പരിശോധിച്ച് ഈ അഡീഷണൽ DGPക്ക് അദ്ദേഹത്തെ കേൾക്കാനുള്ള അവസരം കൊടുത്ത്, മനസ്സിലായില്ല, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നടപടിയെടുത്തു. ആഭ്യന്തര മന്ത്രിയെ കണ്ട്, ഞാൻ കണ്ടു, ഫയൽ കണ്ട് നടപടിയെടുത്തു. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കുറേ മാധ്യമങ്ങൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയും കൂടി ശ്രമിക്കുന്നു എന്നൊക്കെ ഒരുപാട് വാർത്ത കൊടുത്തു. 2 മാസമാണ് ഗവൺമെൻറ് വന്നതിന് ശേഷം ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം 2 മാസം തികഞ്ഞപ്പോഴേക്കും അത് നടപ്പാക്കി. ഇപ്പം മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ കൊടുത്തു. മാധ്യമങ്ങളെ വാർത്ത അനുസരിച്ച് ഒരാളെ പിറ്റേ ദിവസം രാവിലെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് CAT-യിൽ ക്യാറ്റിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയിട്ടൊരു സ്റ്റേ പോലും കിട്ടാതിരുന്നത്. എന്തുകൊണ്ടാണ്? നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഭംഗിയായിട്ടാണ്, ചിട്ടയായിട്ടാണ് അത് ചെയ്തത്. ഞാൻ നിങ്ങളോടന്ന് പറഞ്ഞല്ലോ, നിങ്ങളിങ്ങനെ ധൃതി കൂട്ടല്ലേ. ഗവൺമെൻറ്റിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്, ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഉണ്ട്. ഒരു ഉദ്യോഗസ്ഥനെതിരായി നമുക്ക് നടപടിയെടുക്കാൻ പറ്റുമോ? റിപ്പോർട്ട് കിട്ടാതെ, നമ്മുടെ കയ്യിൽ റിപ്പോർട്ട് കിട്ടാതെ. ആദ്യത്തെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ആദ്യത്തെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടിയെടുത്തു. രണ്ടാമത്തെ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്താണെന്ന് 1, 2, 3, 4 ആയിട്ട് നമ്മുടെ മുമ്പിൽ വന്നത്. അതിൻ്റെ പുറത്തല്ലേ നമുക്ക് നടപടിയെടുക്കാൻ പറ്റുള്ളൂ. മാധ്യമങ്ങളിൽ വാർത്ത വന്നുകൊണ്ട് പിറ്റേ ദിവസം കയറി ഗവൺമെൻറ് നടപടിയെടുത്താൽ ഗവൺമെൻറ് കോടതിയിൽ കേസ് വരുമ്പോൾ എന്തു പറയും? എപ്പോഴും പ്രൊസീജിയർ ഫോർമാലിറ്റീസ് കീപ്പ് ചെയ്യേണ്ട ജോലി ഗവൺമെൻറ്റിൻ്റെയാണ്. ഗവൺമെൻറ് അത് ചെയ്തതിന് എത്രമാത്രം വിമർശനങ്ങളാണ്. ഒരാഴ്ചയെ 10 ദിവസം വൈകി എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് വന്നത്. നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ മാധ്യമങ്ങളെയൊന്നും വിമർശിക്കുന്നില്ല. ബഹളം ഉണ്ടാകല്ലേ. ഞാൻ മാധ്യമങ്ങളെയൊന്നും വിമർശിക്കുന്നില്ല, ഒരു മാധ്യമങ്ങളെ വിമർശിക്കുന്നില്ല. പക്ഷെ നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം ഈ കാര്യത്തിൽ. നിങ്ങൾ കുറേ ദിവസം, 10 ദിവസക്കാലം കൊടുത്ത വാർത്ത. പിണറായി വിജയനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പൊതുസമൂഹം അടിച്ചിറക്കിയതിൽ വേദനിക്കുന്ന മാപ്രകൾ ഇപ്പോഴും സെക്രട്ടേറിയറ്റിലെ വാർത്താ സമ്മേളനത്തിന് എത്തുന്നുണ്ട്. ആ വാർത്താ സമ്മേളനത്തിലെത്തിയ ഒരു മാപ്രയുടെ ചോദ്യമാണ്, അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് ചട്ടവിരുദ്ധമായിട്ടാണെന്ന് ആരോപണം ഉയരുന്നുണ്ടല്ലോ. ആരാണ് ആരോപണം ഉയർത്തിയത്? ആലോചിക്കണം. ആരാണ് ആരോപണം ഉയർത്തിയത്? പിണറായി വിജയൻ. കാരണം എന്താ? പിണറായി വിജയന്റെ ശിങ്കിടിയായിരുന്നു. പിണറായി വിജയൻ കൈവെള്ളയിൽ കൊണ്ട് നടക്കുകയായിരുന്നു. അജിത് കുമാർ എന്ന് പറയുന്ന ക്രിമിനൽ എന്തൊക്കെ തെമ്മാടിത്തരം ചെയ്താലും പിണറായി വിജയൻ വെളുപ്പിച്ച് അങ്ങനെ കൊടുക്കുകയായിരുന്നു. അപ്പോൾ പിണറായി വിജയൻ തന്നെ സസ്പെൻഡ് ചെയ്തപ്പോൾ പിണറായി വിജയന് വല്ലാത്ത മൂലം കടച്ചിൽ. അപ്പോൾ ഈ ഇടത് മാപ്രയുടെ ചോദ്യമാണ്, ആണോ? മറുപടിയായിട്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ മറുപടിയാണ് നിങ്ങൾ കണ്ടത് അല്ലേ? ഇതേ മാപ്രകള് ഒരു 2 ആഴ്ച മുമ്പ് നിങ്ങൾ എടുത്തു നോക്കൂ, നിങ്ങൾ ഇവരുടെ ആർക്കൈവ് എടുത്തു നോക്കൂ. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താണ്? VD സതീശനും രമേശ് ചെന്നിത്തലയും ഒത്തുകളിക്കുന്നു. അജിത് കുമാറിനെതിരെ നടപടിയില്ലെന്ന് മാത്രമല്ല, അജിത് കുമാറിനെ DGP ആക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് ആര് പറയുന്നത്? മാപ്രകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അജിത് കുമാറിനെ അടിച്ച് സസ്പെൻഷൻ കയ്യിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. അത് കഴിഞ്ഞ ഉടനെ അടുത്ത ഒരു ചോദ്യം, അതും ഇതേ ആളുകളുടേതാ. എന്താണ്? അങ്ങയുടെ പ്രസംഗത്തിൽ സ്ത്രീകൾക്കെതിരെ വലിയ സ്ത്രീ വിരുദ്ധത ഉണ്ടെന്ന് ആരോപണം ഉയരുന്നുണ്ട്. എല്ലാം ആരോപണം ഉയരുന്നുണ്ട്. അതിനും അദ്ദേഹം മറുപടി കൊടുത്തു. വളരെ കൃത്യമായിട്ട്, വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അതിനും നന്നായിട്ട് വായടപ്പൻ മറുപടി കൊടുത്തു അല്ലേ? അപ്പോൾ എന്താണ് ഇവർ ഈ ചോദിക്കുന്നത്? അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു, ഞാൻ എൻ്റെ പ്രസംഗം നിങ്ങൾ ഫുള്ളായിട്ട് കേട്ടിട്ടുണ്ടോ? പൂർണ്ണമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ പ്രസംഗത്തിൽ, എൻ്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ എന്താണ് പ്രസംഗത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും ആ പ്രസ്താവന റിപ്പീറ്റ് ചെയ്യുന്നു. കേരളത്തിലെ മാപ്രകളുടേതും കേരളത്തിലെ CPM-ൻ്റെതും ഒക്കെ ഒരു വല്ലാത്തൊരു ഗതികേടാണ്. ഗതികേടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ഗതികെട്ട ഒരു വർഗം വേറെ ഉണ്ടാവില്ല. ഇങ്ങനെയും ഗതികെട്ട ഒരു വർഗം വേറെ ഉണ്ടാവില്ല. സതീശന് ഇപ്പം എന്തൊക്കെയാ പറയുന്നത്? സതീശൻ സ്ത്രീ വിരുദ്ധത പറഞ്ഞു. സതീശൻ അജിത് കുമാറിനെ രക്ഷിക്കാൻ കളിക്കുന്നു.
സതീശൻ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു. സതീശൻ ദിവ്യായ സയ്യരെ കണ്ട് ചിരിച്ചില്ല. സതീശൻ അലോഷ്യസ് സേവ്യറിനെ കണ്ട് മുഖം മറിച്ചു, തിരിച്ചു, കടകം തിരിഞ്ഞു, പിൻവലിഞ്ഞു, അങ്ങനെ പലതും. കാരണം എന്താ? വേറൊന്നും പറയാനില്ല. അത്രമാത്രം കൃത്യമായിട്ടാണ്. ഇതിനൊക്കെ ഒരു ഉദാഹരണം എന്താണെന്നറിയോ? ഈ പറയുന്ന മാപ്രകൾ പറയുന്നതൊന്നല്ല. സെക്രട്ടേറിയറ്റിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ. സെക്രട്ടേറിയറ്റിലെ സതീശൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എത്ര സജീവമായിട്ട് സാധാരണക്കാരങ്ങനെ നിറഞ്ഞൊഴുകുകയാ. ആലോചിക്കണം. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തി സതീശൻ അങ്ങനെ മിന്നിക്കൊണ്ടു പോവുകയാ. പിണറായി വിജയനും കൂട്ടിർക്ക് ഒരു കാര്യം പറയാനില്ല. ഇപ്പം ഈ അജിത് കുമാറിൻ്റെ കാര്യം പോലും ചട്ടവിരുദ്ധമാണെന്ന് ആര് പറയുന്നു? പിണറായി വിജയൻ പറയുന്നു. അപ്പോൾ പിണറായി വിജയൻ ഇത് പറഞ്ഞു കേട്ടതും കേൾക്കാത്തതും എന്നുള്ള രീതിയിൽ അജിത് കുമാർ ഓടി എവിടെ ഈ ട്രൈബ്യൂണലിലേക്ക് ഓടി. എന്നിട്ടോ സസ്പെൻഷൻ പിൻവലിക്കണം എന്നൊരു ഹർജി കൊടുത്തു. ട്രൈബ്യൂണൽ തള്ളി. അപ്പോൾ പിണറായി വിജയൻ പിന്നെയും പറയാം ചട്ടവിരുദ്ധാണെങ്കിൽ ഈ സസ്പെൻഷൻ സ്റ്റേ ചെയ്യൂലേ? അത് ചെയ്തിട്ടില്ല. അപ്പോൾ പിണറായി വിജയന് ഭയങ്കര മൂലം കടച്ചില്ല. കാരണം എന്താ? പിണറായി വിജയൻ്റെ ശിങ്കിടിയായിരുന്നു. മാത്രവുമല്ല, പിണറായി വിജയൻ ഇതൊക്കെ പറഞ്ഞ് തീരുമാനിച്ചതാ. പിണറായി വിജയൻ എന്താണ് ഉറപ്പിച്ചത്? ഞാൻ കസേരയിലില്ലെങ്കിലും എൻ്റെ അജണ്ടകൾ നടപ്പിലാക്കാനും സതീശൻ അടങ്ങാറാക്കാനും നിങ്ങളവിടെ വേണം. അങ്ങനെയുണ്ടല്ലോ. ഇതൊക്കെ നടക്കാതെ പോവാണ്. അതാണ് പിണറായി വിജയൻ ഇത്രമാത്രം കരച്ചിൽ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ, തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ആ പൂരം കലക്കിയത് ഒരൊറ്റ വട്ട. ആരാ കലക്കിയേ? അജിത് കുമാർ. ആർക്ക് വേണ്ടിയാ കലക്കിയേ? സംഘ് പരിവാറിന് വേണ്ടിയിട്ട്. ആര് പറഞ്ഞിട്ടാ കലക്കിയേ? പിണറായി വിജയൻ പറഞ്ഞിട്ട് കലക്കി. ഇനി ഈ യൂത്ത് കോൺഗ്രസ്സുകാരെയും ഒക്കെ തല അടിച്ചു പൊട്ടിക്കുന്ന, ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്ന ആ ജാലവിദ്യ ഉണ്ടല്ലോ, അതാര് പറഞ്ഞിട്ടാ? ആരാ ചെയ്തത്? ആരാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്? അജിത് കുമാർ. അജിത് കുമാറിനോട് ആരാ പറഞ്ഞത്? പിണറായി വിജയൻ. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം വല്ലാത്തൊരവസ്ഥയാ. ഇപ്പോൾ ആകപ്പാടെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു വയറ്റ് നോക്ക് പിടിച്ച അവസ്ഥയാണ്. നിയമസഭയിൽ പോകാൻ പറ്റുമോ? പോകാൻ പറ്റൂല. നിയമസഭയിൽ പോകാൻ പറ്റുമോ? അത് പോകാൻ പറ്റൂല. പിന്നെ ഈ പറയുന്ന എന്താ പറയേണ്ടത്, വാർത്താ സമ്മേളനം നടത്താൻ പറ്റുമോ? അതിനും പറ്റുന്നില്ല. കാരണം എന്താ? സതീശൻ ആഴ്ചയിൽ ഒരു ദിവസം വാർത്താ സമ്മേളനം നടത്തും. എന്തൊക്കെ തട്ടിവിട്ടാലും ഈ പിണറായി വിജയൻ പറയുന്നതിൻ്റെ നിയമസഭയിലാണെങ്കിൽ ഓൺ ദ സ്പോട്ടാണ് മറുപടി. ഇനി പുറത്തുനിന്നാണെങ്കിൽ അടുത്ത വാർത്താ സമ്മേളനം എപ്പോഴാണ്? അതുവരെ ഉള്ളൂ ആയുസ്. ആ വാർത്താ സമ്മേളനത്തിൽ സതീശൻ അടിച്ച് ചുരുട്ടി മൂലക്കൂട്ടി പേസ്റ്റ് കൊട്ടയിലേക്ക് ഒരൊറ്റ ഏറെറിയും. ഇതാണ് അവസ്ഥ. എന്ത് ചെയ്താലും കൈപൊള്ളുക, എങ്ങനെ പോയാലും കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോവുക. മനസ്സിലായില്ലേ? ഇത്രമാത്രം ഗതികെട്ട ഒരു വർഗം വേറെ ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയനെ പോയി നിങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്, അതായത് ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, മെയ് 4 റിസൾട്ട് വരാൻ വേണ്ടി ഏകദേശം ഒരു മാസക്കാലത്തോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു മാസക്കാലത്തോളം കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ പ്രഡിക്ഷനുകളായിരുന്നു. സർവേ, എക്സിറ്റ് പോൾ, മറ്റേത് മറിച്ചത് സർവേകൾ, അഭിപ്രായങ്ങൾ, ചർച്ചകൾ, ഒന്നും പറയണ്ട. ഈ ചർച്ചകളിലൊക്കെ പിണറായി വിജയന് മുൻതൂക്കം, അല്ലെങ്കിൽ രണ്ടാളും ബലാബലം, അല്ലെങ്കിൽ ആനച്ചേന. എന്നാലും സതീശൻ എങ്ങനെയാലും വരൂല. അപ്പോൾ ഒരു ദേശീയ മാധ്യമം സർവേ നടത്തിയിട്ട് പറഞ്ഞു, ഇല്ല സതീശൻ വരും. അവർ 100 പറഞ്ഞ് പ്രവചിച്ച് അവർ മാത്രമാണ് അത് പറഞ്ഞത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇവിടെ കേരളത്തിലെ വേറൊരു കാട്ടുകാരുണ്ട്. അവൻ പറയാം, എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല, അവർ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കണത് എന്താ നിർബന്ധം? അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. റിസൾട്ട് വന്നപ്പോഴോ പിണറായി വിജയൻ ഇല്ല, ചിത്രത്തിലില്ല. അപ്പോൾ അതിനുവേണ്ടി പണിയെടുത്ത കുറേ ആളുകളുണ്ട്. പിണറായി വിജയൻ വരണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇനി കുറേ കാരണങ്ങളുണ്ട് കേട്ടോ. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, പിണറായി വിജയൻ കഴിഞ്ഞ എസ്പെഷ്യലി അവസാനത്തെ 5 വർഷം ഈ കേരളത്തിലെ മാപ്രകളെ പിടിച്ച് പണം കൊടുത്ത് അവരെ കൊണ്ട് PR ചെയ്യിപ്പിക്കുകയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾക്ക് ക്ഷാമമുണ്ടായ കാലത്ത് കണ്ടന്റും കിട്ടി, കണ്ടന്റിന് പണം 2 നിലയിൽ കിട്ടി. ഒന്ന്, ചാനലിൽ നിന്നുള്ള ഒരു സ്ഥിര വരുമാനം, അത് ഏത് വാർത്ത കൊടുത്താലും കിട്ടുന്ന വരുമാനം, അത് കിട്ടും. അതിന് പുറമെ പിണറായി വിജയന് വേണ്ടി കുഴലൂത്ത് നടത്തിയാൽ അങ്ങനെയും വരുമാനം.
അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഇറങ്ങിയത് വലിയ ബുദ്ധിമുട്ടാ, വലിയ ദോഷമാ. കാരണം വലിയ ഒരു വരുമാനത്തിൻ്റെ സ്രോതസ്സാണ്, ഒരു സോഴ്സ് ഓഫ് ഫണ്ടാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇളക്കം വല്ലാതെ ഉണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ പറയുന്നത്, പിണറായി വിജയൻ സതീശൻ അങ്ങോട്ട് നോക്കി, സതീശൻ ഇങ്ങോട്ട് നോക്കി, സതീശൻ തിരിഞ്ഞു, സതീശൻ അങ്ങോട്ട് നോക്കിയില്ല, സതീശൻ ഇങ്ങോട്ട് നോക്കിയില്ല, സതീശൻ ചിരിച്ചില്ല, സതീശൻ മുഖം തിരിച്ചു. ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മാപ്രകളുടെ കാര്യമാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് പിണറായി വിജയൻ്റെയും കൂട്ടരുടെയും ഗതികേട് എന്ന് പറയുന്നത്. ഒരു വല്ലാത്തൊരു ഗതികേടാ. മനസ്സിലായില്ലേ? എന്ത് ചോദിച്ചാലും ഇപ്പം നിയമസഭാ സമ്മേളനം ഉണ്ടാകുമ്പോൾ ഓൺ ദ സ്പോട്ടാണ് സതീശൻ്റെ മറുപടി. പിണറായി വിജയൻ എണീറ്റ് എന്ന് ചോദിച്ചിട്ട് ഇരിക്കുമ്പോഴേക്കും മറുപടി കിടന്ന്. അതും ഓരോ മറുപടിയൊക്കെ കേൾക്കുമ്പോഴേ പിണറായി വിജയൻ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സതീശന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള രീതിയിൽ അന്തം വിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ. എന്നാലോ ഈ പറയുന്ന പുറത്തിറങ്ങിയാൽ പിന്നെ ആകെയുള്ളൊരു സമാധാനത്തിലോ സഭക്കകത്ത് ഓൺ ദ സ്പോട്ടാണ് മറുപടി. പുറത്തിറങ്ങി വാർത്താ സമ്മേളനം നടത്തിയാൽ ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പ് കിട്ടും. അതായത് സതീശൻ്റെ ആഴ്ചയിൽ ഒരു ദിവസത്തെ വാർത്താ സമ്മേളനം വരുന്നത് വരെയുള്ള ഒരാഴ്ചത്തെ സമയം കിട്ടും. അപ്പം ആ ഒരു ആയുസ് കുറച്ച് കൂട്ടിക്കിട്ടും. മറ്റത് പെറ്റ് വികുമ്പോൾ തന്നെ ചത്തുപോകുന്ന അവസ്ഥ. അതാണ് എവിടെ നിയമസഭയിൽ പിണറായി വിജയൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. എന്താണെങ്കിലും വല്ലാത്തൊരു അവസ്ഥയാണ്. ഇങ്ങനെ ഒരു 5 കൊല്ലം അത് വല്ലാതെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. എല്ലാത്തിനും മറുപടിയുണ്ട്. അതും ഷാർപ്പായിട്ട്, അവിടെയും ഇവിടെയും തൊടാതെയുള്ള മറുപടിയല്ല, വളരെ കൃത്യമായി ഷാർപ്പായി ക്രിസ്റ്റൽ ക്ലിയർ ആയുള്ള മറുപടി എല്ലാത്തിനും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം VD സതീശൻ, അതായത് VDS എന്നതിനെക്കുറിച്ച് ഒരാളൊരു ഡെഫിനിഷൻ നിർവചിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ ഓർക്കുന്നത്. അടുത്ത സമയം പറയാം.